ബ്രഹ്മയുഗം. ഞാൻ അങ്ങനെ സാധാരണ സിനിമയ്ക്കൊന്നും റിവ്യൂ പറയാറില്ല എന്ന് ഞാൻ കഴിഞ്ഞ ഒരു സിനിമ പറഞ്ഞപ്പോഴും പറഞ്ഞു. ഈ രണ്ട് സിനിമ എന്തോ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടങ്ങ് പറയുകയാണ് കേട്ടോ. അന്ന് പറഞ്ഞ സിനിമ മോഹൻലാലിൻ്റെ ഒരു സിനിമയായിരുന്നു. ഇന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ സിനിമയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, വേറെ 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 ലെവൽ. എല്ലാവരും പോയി നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഗർഭിണികൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും പോയി കാണരുത്. ഇത് എന്തോ ഒരു ഹൊറർ പടം തന്നെയാണ്. മമ്മൂട്ടിയുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മമ്മൂട്ടിയുടെ മാത്രമല്ല, അർജുന അശോകും സിദ്ധാർത്ഥും ഒക്കെ പൊളിച്ച് വേറെ വേറെ ലെവല്. മമ്മൂട്ടി ഈ ഒരു റോളൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന വേറെ ആരുണ്ട്? ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഥയിലേക്ക് ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു പോകും. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് കഥ വേറെ 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 ലെവല്. ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഉയർന്നു പോകുവാണ് അതിൻ്റെ സാധനം. അതിനകത്ത് എന്താ, അഭിനയമാണോ മ്യൂസിക്കാണോ? കഥ കഥ വലിയ സംഭവമൊന്നുമില്ല. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ഒരു മുത്തശ്ശി കഥയൊക്കെ പറഞ്ഞ കണക്കൊരു സാധനമേ ഉള്ളൂ. പക്ഷെ അത് കാണണം മോനെ, അത് വേറെ ലെവലാണ്. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു സിനിമാ ഭ്രാന്തുള്ളവർക്ക്, ഒരു ഫാമിലിക്കൊന്നും അധികം ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സിനിമാ ഭ്രാന്തുള്ളവർക്ക്, അതിൻ്റെ പുതിയൊരു വേർഷനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. അപ്പം കഴിയുന്നവർ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതിൻ്റെ സംവിധായകൻ പിന്നെ ഒരു മനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാട്ടിനകത്തൊക്കെ കണ്ടു കാണും, ട്രെയിലറിനകത്തൊക്കെ കണ്ടു കാണും. എൻ്റെ പൊളി സാധനമാണെന്ന്. അതിനകത്ത് എത്ര കഷ്ടപ്പെട്ട ആളുകൾ, എത്ര രാവും പകലും പണിയെടുത്തിട്ടായിരിക്കാം മന, പിന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി, അതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. ആർട്ടും എല്ലാം സൂപ്പറായിരുന്നു. അപ്പം പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു മൈൻഡോടുകൂടി ഇതെന്താണ് ഒരു കുട്ടിക്കഥ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മക്കഥ എന്നൊക്കെ പറയുന്ന രീതിയിൽ പോയി കാണുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്കൊരു ഒരു ഭയങ്കര ബോറായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ വിചാരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യേണ്ട വലിയ സംഭവമാണ്. പക്ഷേ ഈ പടത്തിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ഈ പടത്തെ പറ്റി ആദ്യം തോന്നിയ ഒരു ചെറിയ ലാഗ് ഒഴിച്ചാൽ, ലാഗെന്ന് പറയാൻ പറ്റത്തില്ല, കഥ ഇങ്ങനെ പറഞ്ഞ് പതുക്കെ പതുക്കെ പറഞ്ഞു വരുന്ന ആ ഒരു സംഭവം ഒഴിച്ചാൽ ചില സമയത്ത് നമുക്കൊരു ഇതെന്താ ഇങ്ങനെ തോന്നും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഒഴിച്ചാൽ ആ പടം വേറെ ലെവലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കഴിയുന്നവരാ സിനിമ പോയി കാണുക. അപ്പോൾ സീ യു അഗെയിൻ. ഇനി സിനിമയുടെ റിവ്യൂ ഒന്നും അധികം ഞാൻ പറയാൻ വരാറില്ല, എന്നാലും ഇന്നൊന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സീ യു അഗെയിൻ.